A warm welcome, dear ones. Praising God for His abundant mercies that is helping us to safely sustain through the difficulties of this pandemic and to join together to share the joy of this Christmas season. Isaiah 45:7 says, I am the giver of light and maker of the dark, causing blessing and sending troubles. I am the Lord who does all these things. Yes, our Lord is the giver of light, the one who spreads light over the darkness of this world. Kuwait St. Thomas Mar Thoma Church Choir is highly obliged and honored to receive the blessings that has enabled us to host the Christmas Carol Service 2020 with the theme Deepti Dayagan on this virtual platform today. I request our Vicar, Gigi Matthew Achan, to begin our service with the Kalma and prayer. പ്രാരംഭമായി കൗമ ചൊല്ലി നമ്മുടെ ക്രിസ്മസ് കാരോൾ സർവീസ് ആരംഭിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദോഷങ്ങൾ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, അവിടുന്ന് ദൈവമായിരിക്കെ മനുഷ്യനിൽ ഒരുവനായി തീർന്ന് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ആഴവും പരപ്പും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കി തന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ആ രക്ഷയുടെ സന്തോഷവും ഒക്കെ അനുഭവിക്കത്തക്കവണ്ണം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സുദിനം അവിടുന്ന് ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാലാഖമാർ പാടിയ ആ പാട്ടുകൾ ഞങ്ങൾക്ക് ക്രിസ്മസ് കരോൾ സർവീസിലൂടെ ആലപിക്കുവാൻ, ആ മാലാഖ വൃന്ദത്തിൻ്റെ കർത്താവെ ആ സന്തോഷവും സമാധാനവും ഒക്കെ ഈ നാളുകളിലും ഞങ്ങൾക്കും അനുഭവിക്കുവാനൊക്കെ തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ അവിടുന്ന് ജന്മമെടുക്കുന്ന ദിനങ്ങളാക്കി ഈ ക്രിസ്മസ് ദിനങ്ങളെ അവിടുന്ന് തീർക്കുന്നല്ലോ. സെൻറ്റ് തോമസ് കുടുംബമായി അതിനോട് ചേർന്ന് കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദൈവമേ ഈ ജന്മദിന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദവും സാവകാശവും തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ സെൻറ്റ് തോമസ് ഇടവകയുടെ
ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ, അവിടുന്ന് ഈ ഭൂലോകത്തിൽ ജാതനായി എന്നുള്ള ആ ശുഭവർത്തമാനം ലോകമെമ്പാടും കീർത്തിക്കത്തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങളിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹകരമായ മെസ്സേജ് നൽകുന്ന ഞങ്ങളുടെ അഭിവന്യ മക്കാരിയോസ് തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ സന്ദേശം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമാകണമേ. ഈ ക്രിസ്മസ് കരോൾ സർവീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ പിറകിൽ അധ്വാനിക്കുന്ന എല്ലാ കരങ്ങളെയും ഓർക്കുന്നു. എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയണമേ. ഇത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇത് എത്തി അനേകർക്ക് ഇത് അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരണമേ. ഈ ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. യേശു മശിഹായുടെ നാമത്തിലുള്ള പ്രാർത്ഥന ദയപൂർവ്വം കേൾക്കുമാറാകണമേ. ആമീൻ. The church choir will now present the opening hymn, O Come All Ye Faithful, composed by John Francis Wade, a simple carol hymn that tells the story of baby Jesus. Its joyous lyrics, scripted back in year 1751, invites us to join the angels in celebrating the birth of Christ.
Our parish secretary, Mr. Santosh Varghese, will welcome the guests and virtual audience. ബഹുമാനപ്പെട്ട ഇടവുകാരി ജിജി മാത്യു അച്ഛൻ, അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനമുള്ള അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന സ്നേഹിതരെ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മാനവരാശിയുടെ വിമോചനത്തിന് ഭൂജാതനായ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവി ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ വേളയിൽ കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ കൊയറിൻ്റെ നേതൃത്വത്തിൽ 14ാമത് ക്രിസ്മസ് കരോൾ സർവീസ് ദീപ്തിദായകൻ എന്ന തീമിനെ ആസ്പദമാക്കി വെർച്വലായി നടത്തുവാനായിട്ട് ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സർവശക്തിന് നന്ദി കരയേറ്റുന്നു. ഈ ക്രിസ്മസ് കാലയളവിൽ അന്ധകാരത്തിൽ ഉഴലുന്ന ഈ ലോകത്തിലേക്ക് പ്രകാശം ചൊരിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യമായി ഈ കരോൾ സർവീസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഇടവുകാരി ജിജി മാത്യു അച്ഛനാണല്ലോ. ഈ പ്രതിസന്ധി കാലയളവിലും ദൈവാശ്രയത്തിൽ ഉറച്ചുകൊണ്ട് ഇടവകയെ മുന്നോട്ട് നയിക്കുന്നു. ഇടവയുടെ എല്ലാ പ്രവർത്തനത്തിലും അച്ഛൻ്റെ സജീവ നേതൃത്വവും കരുതലും എപ്പോഴും ഉണ്ടല്ലോ. സർവശക്തൻ കൂടുതലായി ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ പേരിൽ 14ാമത് ക്രിസ്മസ് കരോൾ സർവീസിലേക്ക് സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ കരോൾ സർവീസിൻ്റെ മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് സന്ദേശം നൽകുവാനായി സന്നിഹിതനായിരിക്കുന്നത് നമ്മുടെ ഇടവക ഉൾപ്പെടുന്ന ഭദ്രാസനമായ ചെന്നൈ മൈഗ്ലോ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണല്ലോ. നമ്മുടെ ഇടവകയ്ക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൈത്താങ്ങലും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇടവകയുടെ നാമത്തിലുള്ള സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. തിരുമേനിയെ നമുക്ക് ലഭിച്ചതായ ഒരു ഭാഗ്യമായി കരുതുന്നു. അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനിയെ കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ നാമത്തിൽ ആദവുമായി ഈ കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുവൈറ്റ് സെൻറ് പീറ്റേഴ്സ് ഇടവുകാരി VTS അച്ഛൻ ഈ കരോൾ സർവീസിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നല്ലോ. അച്ഛനെ കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ 14ാമത് ക്രിസ്മസ് കരോൾ സർവീസിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കരോൾ സർവീസിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണല്ലോ കരോൾ ഗായക സംഘം. ഇന്നത്തെ കരോൾ സർവീസിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്നത് ഇടവക കൊയർ ആണല്ലോ. ഈ കൊറോണ കാലയളവിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ചിട്ടയായ പ്രാക്ടീസിലൂടെ ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഇടവക കൊയറിനെ സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കരോൾ സർവീസിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീ ആശിഷ് കുര്യൻ മാത്യു ആൻഡ് അരുൺ ലാലു തോമസ് ലാലു എന്നിവരാണല്ലോ. ഏറെ നാളത്തെ പരിശ്രമ ഫലമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിത്തീർന്നത്. കൺവീനറായി പ്രവർത്തിക്കുന്ന ഇരുവരോടും, പ്രത്യേകിച്ച് ആശിഷ് കുര്യനോടും അരുണിനോടും ഇടവകയുടെ നാമത്തിലും ഈ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊയറിൻ്റെ മാസ്റ്ററായിട്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന കൊയർ മാസ്റ്റർ ശ്രീ ആൻഡ്രൂസ് ചെറിയാനാണല്ലോ. ഈ ഗാനങ്ങളൊക്കെ ചിട്ടയായി പരിശീലിപ്പിച്ച് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുവാനായിട്ട് ഇടയാക്കിയല്ലോ. പ്രിയ ആൻഡ്രൂസ് ചെറിയാനെ ഈ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കരോൾ സർവീസിൽ പാഠങ്ങൾ വായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒക്കെ നിയോഗിക്കപ്പെട്ട ഏവരെയും ഇടവകയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത് അബ്ബ ന്യൂസ് ആണല്ലോ. അബ്ബ ന്യൂസ് കുടുംബത്തെ ഈ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ കരോൾ സർവീസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കുന്ന ഇടവാംഗങ്ങൾ, ബഹുമാനമുള്ള അച്ഛന്മാർ, സ്നേഹിതർ, സഹോദരി ഇടവാംഗങ്ങൾ ഏവരെയും കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവർക്കും സന്തോഷപ്രദമായ ഒരു ക്രിസ്മസും അനുഗ്രഹീതമായ ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May I now invite our vicar, Reverend Gigi Matthew, our guide and pillar of strength, for the presidential address. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൻ്റെ നാളുകൾ കൊറോണ എന്ന മഹാവ്യാധി ലോകമെമ്പാടും അത് വളരെയേറെ വിഷമകരമായി ലോകത്തെമ്പാടും നടക്കുന്ന സമയത്ത് നമുക്ക് ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടി വന്ന് ഈ ക്രിസ്മസ് കാരോൾ സർവീസിൽ ഗാനങ്ങൾ ആലപിക്കുവാനും ഇതിൻ്റെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല.
ലോകമെമ്പാടും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ വെർച്വലായി സെൻറ് തോമസ് മാർത്തോമ ഇടവക ഗായക സംഘം ഈ ക്രിസ്മസ് കരോൾ സർവീസ് നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദീപ്തിദായകൻ എന്നുള്ളതാണ്, ഗിവർ ഓഫ് ലൈറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാരം നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം ഉൾക്കൊണ്ട് ലോകത്തിൽ ജാതനായ ക്രിസ്തു, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നീട് ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി, നമ്മളെ എല്ലാവരും നോക്കി, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. തീർച്ചയായും ഈ ദിവ്യമായ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അന്ധകാരമായ ലോകത്തിൽ കത്തിജ്വലിക്കുവാൻ, ശോഭിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായും ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒരിക്കൽ ഒരു പിതാവും തൻ്റെ മകനും ഒരു ക്രിസ്മസ് സമ്മാനം വാങ്ങുവാനായി ഒരു മോളിലേക്ക് കയറി ചെന്നു. ആ മോളിൻ്റെ മുൻവശത്തായി ബലൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്തൂപം ഈ മകൻ ദർശിക്കുകയുണ്ടായി. ആളുകൾ വന്ന് ഈ സ്തൂപത്തിൽ വന്ന് ആളുകൾ ഇടിക്കുന്നുണ്ട്. ഈ സ്തൂപം മറിഞ്ഞു വീഴുന്നു. എന്നാൽ എത്രത്തോളം ഊർജത്തോടുകൂടെ എത്രത്തോളം ശക്തിയോടുകൂടെ താഴോട്ട് പോകുന്നു, അത്രത്തോളം ശക്തിയോടെ ഈ സ്തൂപം തിരികെ വരുന്നതായി ഈ ബാലനും പിതാവും ശ്രദ്ധിച്ചു. അപ്പോൾ ഈ മകൻ പിതാവിനോട് ചോദിച്ചു, പപ്പ, എത്ര പെട്ടെന്നാണ് ഈ സ്തൂപം ബലൂൺ കൊണ്ടുള്ള സ്തൂപം മറിഞ്ഞു വീഴുമ്പോൾ അത്രത്തോളം സ്പീഡിൽ തിരികെ വരുന്നത്? അപ്പോൾ ഈ മകനോട് പിതാവ് ഇപ്രകാരം പറഞ്ഞു, മകനെ, അതിൻ്റെ ആകൃതിയിലല്ല കാര്യം, നമ്മളതിൻ്റെ ആകൃതിയിലല്ല കാര്യം, അതിനകത്ത് എന്തോ ഉണ്ട്, അതിലാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, പുറംതോടുകളിൽ, പുറം മോടികളിൽ ഒക്കെ പലപ്പോഴും നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കും. ഒത്തിരി ആർഭാടങ്ങളും ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും ഒക്കെ വെച്ച് ക്രിസ്മസ് നമുക്ക് മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രകാശം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ദീപ്തിദായകനായ ക്രിസ്തുവിൻ്റെ പ്രകാശം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മധ്യപ്രദേശിലെ കിഷൻപൂരിൽ 25 വയസ്സുകാരനായ യുവാവിനെ ഭക്ഷണം തൊട്ടു എന്നതിൻ്റെ പേരിൽ ആളുകൾ അടിച്ചു കൊന്നു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ സവർണരായ 4 യുവാക്കൾ ചേർന്ന് മാനഭംഗപ്പെടുത്തി. അവൾ ഇത് ലോകത്തോട് വിളിച്ചു പറയുമെന്ന് വിചാരിച്ച് അവളുടെ നാക്ക് അറുത്ത് കളഞ്ഞു. കൂടാതെ അവളെ കൊല്ലുന്നു. അവളുടെ മൃതദേഹം പോലും മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. കേരളത്തിലെ വയനാട്ടിൽ മധു എന്ന ചെറുപ്പക്കാരനെ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സാക്ഷര കേരളത്തിൻ്റെ വലിയ ആളുകളായ നമ്മൾ ഓരോരുത്തരും ചേർന്ന് അവൻ്റെ കൈകൾ കെട്ടി അവനെ കൊന്നുകളഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ മധുവിനെ കൊല്ലുവാൻ ഞാനും കണ്ടേനെ. കാരണം അത്രത്തോളം നമ്മൾ വളരെ പ്രബുദ്ധരാണ്. ഈ തരുണത്തിൽ പ്രിയപ്പെട്ടവരെ, വഴിയറമ്പിൽ ആർക്കും വേണ്ടാത്തിടത്ത് യേശു കുഞ്ഞ് പിറന്നു വീഴുന്നു. കീറ്റുശീലയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ ഈ കുഞ്ഞിനെ വയ്ക്കുന്നു. ഇത് കാണുവാനായിട്ട് ജീവിതത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വെളിയിലുള്ള ആട്ടിടയർ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്? തിന്മ നിറഞ്ഞ ലോകത്തിൽ, ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചം പേറിക്കൊണ്ട് ലോകമെമ്പാടും പോയി യേശു കർത്താവിനെ സാക്ഷിക്കുന്നതാണ്. ഇരുട്ട് നിറഞ്ഞെടുത്ത്
പ്രകാശം പകരുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. അത് പുറം തോടുകളിലും പുറം മോടികളിലും ഒന്നും ആഘോഷിക്കുന്നതല്ല. യഥാർത്ഥ ക്രിസ്മസ് അതാണ്. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രിസ്മസ് ആഘോഷത്തിൽ സെൻറ് തോമസ് കുടുംബത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും പങ്കുചേരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദീപ്തിദായകനായ ക്രിസ്തുവിൻ്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ധന്യമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 2021 നമ്മൾ പ്രവേശിക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അനിശ്ചിതത്വത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ കാലഘട്ടം ആകരുതേ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എന്തു തന്നെയായാലും ഈ ദിവ്യപ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, യേശു കർത്താവാകുന്ന വെളിച്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശിതയായി ലൈറ്റഡ് ടു ലൈറ്റണായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ഒരു പുതിയ പ്രകാശമായി തീരാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം അനുഗ്രഹമാകും. അഭിവന്യ മക്കാരിയോസ് തിരുമേനി നമ്മുടെ ഡയസിഷൻ ബിഷപ്പാണല്ലോ. അഭിവന്യ തിരുമേനിയാണ് ദീപ്തിദായകൻ എന്നുള്ള ഗിവർ ഓഫ് ലൈറ്റ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഇന്ന് നമ്മളോട് ക്രിസ്മസ് സന്ദേശം നൽകുന്നത്. അഭിവന്യ തിരുമേനിയെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ക്രിസ്മസ് സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഗിവർ ഓഫ് ലൈറ്റ് തീർച്ചയായും ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ അത് ജനിക്കണം. യേശു കുഞ്ഞ് ജനിക്കണം. ഗിവർ ഓഫ് ലൈറ്റ്, ആ ദീപ്തിദായകനെ ഉൾക്കൊണ്ടുകൊണ്ട് ധന്യമായി ജീവിപ്പാൻ ഈ ക്രിസ്മസ് നാളുകളിൽ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹകരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിറകിൽ അധ്വാനിക്കുന്ന, ടെക്നിക്കലായിട്ട് പിറകിൽ പ്രവർത്തിക്കുന്ന, വളരെയേറെ അധ്വാനിച്ച പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ ഇതിൻ്റെ പിറകിൽ ഒത്തിരി പേരുടെ ശ്രമമുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗിവർ ഓഫ് ലൈറ്റായി ദൈവം തമ്പുരാൻ തൻ്റെ ഓമനക്കുമാരനെ നമുക്ക് തന്നു. ആ പൊന്നോമനക്കുമാരനെ നമുക്ക് തന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ലോകത്തിൽ പ്രകാശങ്ങളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Let's hear from the Word of God, read by Biju Varghese. ഒന്നാം പാഠമായി യെശയ്യാവ് പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 42-1 മുതൽ 9 വരെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല. തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെ കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൈപിടിച്ചു നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയതു അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു.
മണ്ണും വിണ്ണും ഒന്നാകുന്നു, മനുകുലം ഒന്നായി പാടിയിടുന്നു. ഹാലലൂയ, ഹാലലൂയ. ഉത്സവമേളം, നർത്തനതാളം, ഭൂവിലാകെ മഴവിൽ വർണ്ണം. ക്രിസ്തുവിൻ്റെ ജനനം ഒരു ഉത്സവമായി ചിത്രീകരിക്കുന്ന ഈ സുന്ദര ഗാനം രചിച്ചത് ബാബു കോടംവേലൻ. ഡോക്ടർ അജിത് സി കോശി ഈണം പകർന്ന് ഡോക്ടർ എബ്രഹാം ജോഷുവ ഹാർമണൈസ് ചെയ്തിരിക്കുന്നു. We, the St. Thomas Church Choir, will now present as the first carol of this service. ഗിരിനിരകൾ പാടുന്നു.
Let's hear the second reading from the Word of God, read by Premsi Annama George. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2, 1 മുതൽ 14 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദ്യയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. മാലോകരുടെ പാപം മുറ്റും അകറ്റുവാൻ ഈ ലോകെ ഭൂജാതം ചെയ്ത ആരോമൽ പൈതലിനെ കുമ്പിടുവാൻ കൂടുക നാം, പാടുക നാം, പാടിത്തിമിർത്തെന്നു കാട്ടുക നാം. ജെയ് മാത്യു രചിച്ച് ഈണം നൽകിയ ഒരു മനോഹര ഗാനം സെൻറ് തോമസ് മാർത്തോമ കൊയറിൻ്റെ മെയിൽ വോയിസസ് അവതരിപ്പിക്കുന്നു. മാലോകർ തൻ പാപം.
May I now request our most respected Makarios Tirumeni to give us the Christmas message. Greetings to all of you in the name of our Lord and Savior Jesus Christ. Wish you all a blessed Christmas. കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസിൽ സൂം മീഡിയയിലൂടെ പങ്കുചേരുവാൻ എനിക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ജിജി അച്ഛനോടും ഇടവക ചുമതലക്കാരോടും ഇടവയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സന്തോഷവും നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. 2018-ലും 2019-ലും ക്രിസ്മസ് കാലയളവിൽ കുവൈറ്റിലെ ഇടവകളിൽ കരോൾ സർവീസിലും കുവൈറ്റ് ഇടവകളിലുള്ള ക്രിസ്മസ് പ്രോഗ്രാംസിലും സംബന്ധിക്കുന്നതിന് സാധിച്ചത് ഈ സമയത്ത് സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ഒരുമിച്ച് അപ്രകാരം ഇപ്പോൾ അധികം കൂടി വരുവാൻ കഴിയുന്നില്ല എങ്കിലും ഈ സൂം മീഡിയയിലൂടെ നിങ്ങളോട് ക്രിസ്മസ് സന്ദേശം അറിയിക്കുവാൻ കഴിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ വർഷം കുവൈറ്റ് സെൻറ് തോമസ് ഇടവക ക്രിസ്മസ് ആരാധനയുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന പ്രധാന ചിന്താവിഷയം ഗിവർ ഓഫ് ലൈഫ്, ദീപ്തദായകൻ എന്നുള്ള വിഷയമാകുന്നുവല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാൻ. I have come that you may have life and have it abundantly. ഒരു ധ്യാന പുസ്തകത്തിൻ്റെ ഒരു ദിവസത്തെ ചിന്താവിഷയം അതിൻ്റെ തലക്കെട്ടിപ്രകാരമായിരുന്നു, യു ആർ അണ്ടർ സർവൈലൻസ്, നിങ്ങൾ നിരീക്ഷണത്തിലാണ്. വളരെ താല്പര്യത്തോടുകൂടി ഈ ചിന്താവിഷയം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ വായിച്ചു. ആഫ്രിക്കൻ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ചെണ്ടമേളങ്ങളോടും വാദ്യഘോഷങ്ങളോടും കൂടി ആർപ്പുവിളികളോടും കൂടി കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് കൊണ്ട് നല്ല കുറ്റിരുട്ടുള്ള രാത്രിയിൽ വനത്തിൽ എവിടെയെങ്കിലും ഇരുത്തുന്ന പതിവ് ഉണ്ട്. അതവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ഒരു കർമ്മമാണ്. ഇപ്രകാരം കൊച്ചുകുട്ടികളെ കൊണ്ട് നല്ല ഇരുട്ടുള്ള രാത്രിയിൽ വനത്തിൽ തനിയെ ഇരുത്തിയിട്ട് മാതാപിതാക്കളും അവരോടൊപ്പം വന്നവരും അവരവരുടെ ഇടങ്ങളിലേക്ക് പോവുകയും രാവിലെ വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യും. കുട്ടികളെ ഒരുപക്ഷെ പേടിയിൽ നിന്ന് വിമുക്തരാക്കുവാൻ വേണ്ടി ഇപ്രകാരം ചെയ്യുന്നതാകാനാണ് സാധ്യത. ഇപ്രകാരം ഒരു കുട്ടിയെ കൊണ്ട് വനത്തിൽ ഇരുത്തി അതിൻ്റെ മാതാപിതാക്കളും മറ്റെല്ലാവരും അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാകുമ്പോൾ ഈ കുട്ടി വിറച്ചുകൊണ്ട് നിമിഷങ്ങൾ എണ്ണി അവിടെ ഇരിക്കുകയാണ്. നേരം എടുക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ വരും, മറ്റുള്ളവർ വന്ന് അതേ വാദ്യഘോഷങ്ങളോടുകൂടി ചെണ്ടമുളകളോടുകൂടി ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. കുട്ടി നിമിഷങ്ങൾ എണ്ണിയിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ തൻ്റെ തൊട്ടടുത്ത് തന്നെ തൻ്റെ പിതാവുണ്ടായിരുന്നു. വളരെയധികം പേടിച്ചരണ്ടിരുന്ന കുട്ടിയുടെ തൊട്ടടുക്കൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഇടപെടുന്നതിന് വേണ്ടി തൻ്റെ പിതാവും അടുത്തുണ്ടായിരുന്നു. ഈ കോവിഡ് കാലയളവ് നമ്മളെല്ലാവരും ഭയവിഹ്വലരായിരിക്കുമ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം, ക്രിസ്മസ് കാലയളവിൽ നമുക്ക് ലഭിക്കുന്നതായുള്ള സന്ദേശം, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ വ്യത്യസ്തമായുള്ള ജീവിത അനുഭവങ്ങളിൽ ഭയപ്പെടുത്തുന്നതായുള്ള ഭയവിഹ്വലരായിരിക്കുന്നതായുള്ള സമയങ്ങളിൽ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് ക്രിസ്മസ് നമുക്ക് നൽകുന്നതായുള്ള ഉറപ്പും ധൈര്യവുമാണ്. സമാധാനത്തിൻ്റെ മന്ത്രഗീതിയുമായി ക്രിസ്മസ് ഈ വർഷവും സമാഗതമായിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള മാലാഖമാരുടെ ഗീതം ഒരിക്കൽ കൂടി ദിഗന്ധങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവിൽ ക്രിസ്മസ് എല്ലാ വർഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ സന്ദേശം ദൈവം യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് പങ്കുവച്ചതിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ അമ്മ മറിയയുടെ കാലത്ത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഒരു സ്ത്രീ പിടിക്കപ്പെട്ടാൽ അവൾ നിഷ്കരണം ശിക്ഷിക്കപ്പെടുമായിരുന്നു. അതിനുത്തമ ഉദാഹരണമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ
കൊണ്ട് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ നിർത്തിയിട്ട് പറയുന്നു, മോശയുടെ ന്യായപ്രമാണം പറയുന്നത് ഇവിടെ ഉള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഒരുപക്ഷെ യേശുവിനെ കുറ്റം വിധിക്കുവാൻ വേണ്ടി യഹൂദന്മാർ ചെയ്തു വന്നാകാമെങ്കിലും ആ കാലത്തെ സാമൂഹിക നിയമങ്ങൾ നൽകിയിരുന്നതായുള്ള ശിക്ഷയുടെ പാരമ്യതയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഒരു സ്ത്രീ പിടിക്കപ്പെട്ടാൽ അവൾ നിഷ്കരണം ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇങ്ങനെയുള്ള സാമൂഹിക നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലും കാലയളവിലുമാണ് കർത്താവിൻ്റെ അമ്മ മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നതും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും. ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ മറിയയുടെ ആകുലതകൾക്ക് വിരാമം വിടുന്നതായിരുന്നില്ല. ഒരുപക്ഷെ യോസഫിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായുള്ള ഈ സ്ത്രീയെക്കുറിച്ച്, കന്യമറിയമ്മനെക്കുറിച്ച് ഉള്ള ചിന്തകൾ ജോസഫിനെയും ഭീതിപ്പെടുത്തുന്നതായിരുന്നു, ആകുല ചിന്തയിൽ ആഴ്ത്തുന്നതായിരുന്നു. എന്നാൽ ഇപ്രകാരമുള്ള ശിക്ഷ തനിക്ക് ലഭിക്കുമെന്ന ഉറപ്പ് മറിയയ്ക്കുണ്ടായിരുന്നെങ്കിൽ പോലും വേദനയുടെ ബലിവേദിയിൽ സ്വയം ഹോമിക്കപ്പെടുവാൻ തയ്യാറായതായിട്ടുള്ള ആ മറിയയുടെ അർപ്പണമാണ് ലോകരക്ഷകനായ യേശുവിനെ മനുഷ്യരാശിക്ക്, മാനവരാശിക്ക് ലഭ്യമാകുവാൻ മുഖാന്തരമായി തീർന്നത്. ക്രിസ്മസ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു കിങ്സ്, ഹെറോദ് ദി ഗ്രേറ്റ് ആൻഡ് ജീസസ് ദി കിങ് ഓഫ് ജ്യൂസ്. യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞ യേശുവും ഹെരോദ രാജാവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു ചരിത്രമാണ്. എല്ലാ മതചരിത്രങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ അതിൽ നമുക്ക് വ്യക്തമാണ്. രാജ്യങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ രാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ചരിത്രം അതിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ക്രിസ്മസ് ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത് ഹെരോദ രാജാവും യഹൂദന്മാരുടെ രാജാവായ യേശുവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം അതിലുണ്ട്. ദി മേഞ്ചർ ഹാസ് ബിക്കം എ കത്തീഡ്രൽ ഓർ എ പാലസ്. ഒരു പശുത്തൊഴുത്ത് ഒരു രാജകൊട്ടാരമായി മാറുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുമ്പോൾ നേതാക്കന്മാർ വരുമ്പോഴാണ് ഏറ്റവും അധികം ആളുകൾ വിഷമത്തിലായിത്തീരുന്നത്. കാരണം ചില വഴികൾ വൺ വേ ആക്കി തീർക്കാറുണ്ട്. അതുപോലെ ആളുകൾക്ക് യാത്ര നിരോധിക്കപ്പെടുന്നതിനുള്ള സമയങ്ങളുണ്ട് നേതാക്കന്മാർക്ക് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ. എന്നാൽ യേശു എന്ന യഹൂദന്മാരുടെ രാജാവ് പിറന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഒരു പശുത്തൊഴുത്തിൽ, അടവുകളില്ലാത്തതായുള്ള പശുത്തൊഴുത്തിൽ, 4 സൈഡിൽ കൂടെയും എന്തിനും അവിടേക്ക് കയറി ഇറങ്ങുവാൻ കഴിയുന്ന, മനുഷ്യ കുലത്തിന് മാത്രമല്ല ഏത് ജീവികൾക്കും കയറി ഇറങ്ങുവാൻ കഴിയുന്നതായുള്ള പശുത്തൊഴുത്തിൽ, 4 സൈഡുകളും തുറന്നു കിടക്കുന്നതായുള്ള പശുത്തൊഴുത്തിൽ യേശു ജനിക്കുന്നു. അവിടെ വിദ്വാൻമാരും ആട്ടിടയന്മാരും വന്ന് വന്ദനം ചെയ്യുന്നതായുള്ള കാഴ്ച നാം കാണുന്നുണ്ട്. ഇവിടെ സ്വയം പരിമിതപ്പെടുത്തുന്നതായുള്ള ദൈവകൃപയുടെ ആവിഷ്കാരമാണ് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണി യേശുവിലൂടെ സാധ്യമായി തീർന്നത്. He entered into the human limitations. God entered into the human limitations through the newborn baby Jesus Christ. യേശു ക്രിസ്തുവിലൂടെ സ്വയം പരിമിതപ്പെടുത്തുന്നതായുള്ള ദൈവകൃപയുടെ ആവിഷ്കാരം. ഇത് ജീവന്റെ സംസ്കാരം. നമ്മുടെ ചിന്താ വിഷയം ഗിവർ ഓഫ് ലൈഫ്, ദീപ്തദായകൻ എന്നുള്ളതാകുന്നല്ലോ. യേശു ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ലഭ്യമായി തീർന്നത് ജീവന്റെ പങ്കുവയ്ക്കലാണ്. മനുഷ്യന്റെ അഹന്തയ്ക്ക് മുൻപിൽ ദൈവം നൽകിയ പരിഹാസപൂർണമായുള്ള പുഞ്ചിരി ആണോ ക്രിസ്മസ് എന്ന് ഒരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നതായുള്ള ചോദ്യചിഹ്നത്തോടു കൂടി നൽകിയിരിക്കുന്നതായുള്ള വാക്ക്. മനുഷ്യന്റെ അഹന്തയ്ക്ക് മുൻപിൽ ദൈവം നൽകിയ പരിഹാസപൂർണമായുള്ള പുഞ്ചിരിയാണ് ക്രിസ്മസ്. ആ കാലയളവിൽ കൊട്ടാരങ്ങള്, പ്രഭു കുടുംബങ്ങള്, ധനിക കുടുംബങ്ങൾ മെസ്സിയായുടെ ജനനം കാത്തിരുന്നുവെങ്കിൽ മെസ്സിയായുടെ ജനനം സാധ്യമായി തീർന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയിലാണ്. ഏതോ ധനിക കുടുംബത്തിൽ അടുക്കളപ്പണി ചെയ്തിരുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് കന്യമറിയമ്മനെ കുറിച്ച് അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയിലാണ് മെസ്സിയായുടെ ജനനം സാധ്യമായി തീർന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന്റെ അഹന്തയ്ക്ക് മുൻപിൽ ദൈവം നൽകിയ പരിഹാസപൂർണമായിട്ടുള്ള പുഞ്ചിരിയാണ് ക്രിസ്മസ്. ഓരോ ക്രിസ്മസ് എന്ന അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് സ്വയം പരിമിതപ്പെടുത്തുവാനായിട്ടുള്ള, നമ്മുടെ ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ സംസ്കാരത്തിനപ്പുറമായി സ്വയം നൽകുവാൻ സാധിക്കുന്ന സ്വയം നൽകലിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ടാകുന്നു ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗുരു നിത്യ ചൈതന്യതയെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അദ്ദേഹം ക്രിസ്മസ് ഒരു സന്ദേശം കുറേ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നമ്മുടെ ഒരു മാസികയിൽ എഴുതിയത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അത് ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബയിലെ ആംഗ്ലിക്കൻ ദേവാലയത്തിൽ പോയി ക്രിസ്മസ് കരോൾ സർവീസിന് സംബന്ധിച്ചായിട്ടുള്ള ചിത്രമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വലിയ ദേവാലയം.
ക്രിസ്മസിൻ്റെ എല്ലാ അലങ്കാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മനോഹരമായിട്ട് പാടുന്നതായിട്ടുള്ള ഗായക സംഘം, നല്ല ക്രിസ്മസ് മെസ്സേജ്, അലങ്കരിച്ചിരിക്കുന്നതായിട്ട് ദേവാലയ അന്തരീക്ഷം. ഇവിടെ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് സർവീസ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഭക്ഷണത്തിനായിട്ട് പോയത് ഒരു പാവപ്പെട്ട വിധവയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള സ്ത്രീ താമസിക്കുന്ന ഭവനത്തിലേക്കാണ്. താനും തൻ്റെ കൂട്ടുകാരനും കൂടി അവിടെ പോയി ഈ വിരുന്നിൽ സംബന്ധിക്കുവാൻ, ക്രിസ്മസ് ഭക്ഷണം സംബന്ധിക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉണ്ണിയേശുവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഒരു ചെറിയ വെള്ളിനാളം അവർ മൂവരും ചേർന്ന് കത്തിച്ചു നാട്ടി. അതിനുശേഷം പ്രാർത്ഥിച്ച ശേഷം അവർ ക്രിസ്മസ് ഭക്ഷണത്തിൽ പങ്കുചേർന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മലങ്കര സഭാധാരകയിൽ ഗുരു നിത്യയതി എന്ന ഹിന്ദുമത പണ്ഡിതൻ അദ്ദേഹം ക്രിസ്മസ് സന്ദേശം എഴുതുമ്പോൾ ഓർമ്മിപ്പിച്ചു. ഇപ്രകാരമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെ ആംഗ്ലിക്കൻ ദേവാലയത്തിലെ അതിമനോഹരമായിട്ടുള്ള കളർ ബൾബുകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ കെട്ടടങ്ങി. എന്നാൽ ആ പാവപ്പെട്ട വൃത്തിയായിട്ടുള്ള സ്ത്രീ കൊളുത്തിയ ചെറിയ വെടിനാളം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു തീജ്വാലയായിട്ട് ആളിക്കത്തുന്നു. ചെറിയ കാര്യങ്ങളിൽ വലിയ സാധ്യതകളെ കണ്ടെത്തുവാൻ കഴിയുന്നത് ആർക്കാണ്? ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വയം പരിമിതപ്പെടുത്തുവാൻ, സ്വയം നൽകലിൻ്റെതായുള്ള സന്ദേശം ആണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 2, ദി ഇമ്പോസിബിൾ ഹാസ് ബിക്കം പോസിബിൾ ത്രൂ ഗോഡ്സ് ഗ്രേസ്. അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ദൈവകൃപയുടെ ആവിഷ്കാരമാണ്. ഇത് എങ്ങനെ സാധിക്കും? ക്രിസ്മസിനോട് ചേർന്ന് നാം തൊട്ട് മുൻപുള്ള സമയങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് സക്രിയ എലിസബത്തിനെ കുറിച്ചോ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചാണ്. ജോസഫ് മറിയ ഉണ്ണിയേശുവിൻ്റെ ജനനം. ഇതെങ്ങനെ സാധിക്കും? ഈ ചോദ്യം ഈ ഭാഗങ്ങളിലെല്ലാം നേടിച്ചു കാണുന്നതായുള്ള മനുഷ്യന് അസാധ്യമായ ദൈവത്താൽ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചൊല്ലുണ്ട്: ഇഫ് യു റൺ അലോൺ ദാറ്റ് ഈസ് കോൾഡ് റേസ്, ഇഫ് യു റൺ വിത്ത് ഗോഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. ദൈവകൃപയുടെ ആവിഷ്കാരമാണ് കന്യമറിയമിൽ ഉണ്ണിയേശുവിലൂടെ സാധ്യമായി തീർന്നത്. അതുകൊണ്ട് അസാധ്യതകളിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? നമുക്ക് ഈസിയായിട്ട് യാതൊരു പ്രശ്നങ്ങളും കൂടാത്ത ഒരു ജീവിതയാത്രയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ ഭാവമാണ്. എന്നാൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്മസിൻ്റെതായിട്ടുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അസാധ്യതകളിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് നിരന്തരമായി സാധിക്കണം. ഒന്നാമത് പറഞ്ഞത് സ്വയം പരിമിതപ്പെടുത്തുന്ന ദൈവകൃപയുടെ ആവിഷ്കാരം. രണ്ടാമത് സാധ്യതകളിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ഇടയായിത്തീരുന്നതായുള്ള ദൈവകൃപയുടെ ആവിഷ്കാരം. 3, ശ്രേഷ്ഠമായതിനെ പങ്കുവയ്ക്കുന്നതായുള്ള ദൈവകൃപയുടെ ആവിഷ്കാരം. ചർച്ച് ഈസ് കോൾഡ് ടു എ കോസ്റ്റ്ലി സ്പിരിച്വാലിറ്റി വിച്ച് ഈസ് ക്രൈസ്റ്റ് സെന്റേർഡ്. സഭ വിലയേറിയതായിട്ടുള്ള വിലപിടിപ്പുള്ളതായിട്ടുള്ള ആധ്യാത്മികതയിലേക്കാണ് സഭ വിളിച്ചാക്കിയത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദി ഗോൾഡൻ വേർഡ്സ് ഓഫ് ദി ബൈബിൾ എന്നറിയപ്പെടുന്നതായുള്ള വാക്യം, God so loved the world that he gave his only begotten son. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനോരാശിക്കായിട്ട് നൽകി. ഇത് സമ്മാനങ്ങളുടെ കാലമാണ്. സമ്മാനം കൊടുക്കുവാൻ കൈമാറുന്ന കാലമാണ് ക്രിസ്മസ് കാലയളവ്. നമുക്ക് അധികം താല്പര്യമില്ലാത്ത, അധികം വിലയില്ലാത്ത എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയുന്ന സമ്മാനങ്ങൾ നമ്മൾ പലപ്പോഴും നൽകാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്. എന്നാൽ ദൈവം നൽകിയത് ഏറ്റവും വിലപിടിപ്പുള്ളതിനെയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ മനോരാശിക്കായിട്ട് നൽകി. അതുകൊണ്ട് ആ ഒരു വിലപിടിപ്പുള്ള ആധ്യാത്മികതയിലേക്കാണ്, ആത്മീയതയിലേക്കാണ് സഭ വിളിച്ചാക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് സ്നേഹം? ഗിവിങ് ദി വെരി ബെസ്റ്റ് ഓഫ് മൈൻഡ് ഫോർ ദി വെരി ബെസ്റ്റ് ഓഫ് ദി അതർ ഈസ് ലവ്. ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവരുടെ നന്മയ്ക്കായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്, ജീവൻ്റെ ആഘോഷമാണ്. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എന്നും നാം ഓർമ്മിക്കപ്പെടേണ്ടതായുള്ള, ഓർക്കുന്നതായുള്ള, ഏത് കാലഘട്ടത്തിലും ഓർക്കപ്പെടുന്നതായുള്ള ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം, ലോകം മുഴുവൻ ഭയത്തിലായിരിക്കുന്നതായുള്ള ഒരു കാലഘട്ടം. അനേകാളുകൾ മരിച്ചു വീഴുന്നു, അനേകാൾ രോഗികളായി മാറുന്നു. ഇവിടെയാണ് ജീവൻ്റെ സംസ്കാരം പങ്കുവയ്ക്കുന്നതായുള്ള യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ക്രിസ്മസ് സന്ദേശം നാം പങ്കുവയ്ക്കുന്നത്. ഈ കാലയളവിൽ ദൈവകൃപയുടെ ആവിഷ്കാരമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ സാധ്യമായി തീർന്നതായുള്ള ജീവൻ്റെ പങ്കുവയ്ക്കൽ നമ്മിലൂടെ നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ. ദൈവം ഏവരെയും ആശീർവദിക്കുവാനാണ്. We are extremely honored to have a special guest with us today, His Excellency, the Ambassador of India to Kuwait. I invite His Excellency, Mr. Sibi George, for the felicitation message.
Dear friends, I am glad to know that Kuwait St. Marthoma Church, formed in 2007, is celebrating its 14th Christmas Carol service this year virtually. I understand they are one of the leading church choirs in Kuwait and has about 70 senior members singing in parts and junior choir of 35 members. I appreciate the leadership given by President Reverend Gigi Matthew and the choir leaders. The efforts by choir members to come together during this difficult pandemic situation and share the joy of Christmas are well appreciated. I wish them good luck for their future endeavors. Merry Christmas. Thank you. ധരണിയിലെ ഇരുൾ മാറ്റാനായി, നീതിയിൻ സൂര്യനായി, പാപങ്ങൾ തീർപ്പാനായി, പുൽക്കൂട്ടിൽ പിറന്ന് സ്വർഗം വെടിഞ്ഞ് കാടേറിപ്പോയ ആടിനെ തേടിയിറങ്ങിയ നല്ലിടയ, തള്ളരുതി സ്തുതിയെ ദേവാദിദേവസുത. ആ നല്ലിടയനെ നമുക്ക് പാടി സ്തുതിക്കാം. ജോർജ് എം കോശി രചിച്ച് ഈണം നൽകി എം തോമസ് ഹാർമനൈസ് ചെയ്ത ഗാനം. An old Christmas composition that's not commonly heard in recent past. This song, adopted as the theme song for this year's carol service, is now presented by the choir, Kanya Nandana Vandanam.
Ashish Kurian Matthew, carol convener, will now deliver the vote of thanks. ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻ ജിജി മാത്യു ഈ സന്ധ്യാസമയം ക്രിസ്മസ് സന്ദേശം നൽകിയ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, ആശംസാ സന്ദേശം നൽകിയ ഹിസ് എക്സലൻസി ഇന്ത്യൻ അംബാസിഡർ മിസ്റ്റർ സിബി ജോർജ്, നമ്മോടൊപ്പമായിരുന്ന സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച് വികാരി റവറൻ വി ടി യേശുദാസ്, ഇടവക ഓഫീസ് ബെയറേഴ്സ്, കൈസാന സമിതി മെമ്പേഴ്സ്, പാരിഷ് മെമ്പേഴ്സ്, വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ വീക്ഷിച്ച ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കോയറിന്റെ നാമത്തിൽ അറിയിക്കട്ടെ. നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരോൾ സർവീസിന്റെ സാധ്യതയെപ്പറ്റി ഇടവക ഓഫീസ് ബെയറേഴ്സ് അച്ഛനോടൊപ്പം ആരാഞ്ഞപ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ കോയർ മെമ്പേഴ്സിന്റെയും സഹകരണത്തോടു കൂടി കോയർ മാസ്റ്റർ ആൻഡ്രൂസ് ചെറിയാന്റെ നേതൃത്വത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ പരിശീലനം ആരംഭിക്കുകയുണ്ടായി. കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അക്ഷരം പ്രതി പാലിക്കുകയും ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടെ 14ാമത് കാരൽ സർവീസ് സെന്റ് തോമസ് ഇടവകയ്ക്ക് വേണ്ടി സാധ്യമാക്കി തന്ന നമ്മുടെ വലിയവനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. കാരൽ സർവീസിന്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള ആലോചനയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും എല്ലാ കൈത്താങ്ങലുകളും കൊയറിന് നൽകിയ ഇടവക വികാരിയും കൊയർ പ്രസിഡന്റുമായ ജിജി മാത്യു അച്ഛന് കൊയറിന്റെയും ഇടവകയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ദൂത് പ്രദാനം ചെയ്ത ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനിക്ക് ഇടവകയുടെയും കൊയറിന്റെയും നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. ഇന്ന് ഈ കാരൽ സർവീസിന് ആശംസ അറിയിക്കുവാൻ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി മിസ്റ്റർ സിബി ജോർജിനെ ലഭ്യമായത് കൊയറിന്റെയും ഇടവകയുടെയും അഭിമാനമായി കരുതുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി ഇടവകയുടെയും കൊയറിന്റെയും നാമത്തിൽ ഈ സമയം അറിയിക്കട്ടെ. തന്റെ കുവൈറ്റിലെ ശുശ്രൂഷയുടെ ആദ്യം മുതൽ തന്നെ സെന്റ് തോമസ് മാർത്തോമ ചർച്ചിന്റെയും കൊയറിന്റെയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നിന്ന സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി വി ടി യേശുദാസ് അച്ഛന് കൊയറിന്റെയും ഇടവകയുടെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ കാരൽ സർവീസിന്റെ നടത്തിപ്പിനുള്ള അനുവാദവും നടത്തിപ്പിന് ആവശ്യമായ സഹായങ്ങളും ചെയ്തു തന്ന പാരിഷ് ഓഫീസ് ബെയറേഴ്സ്, കൈസാന സമിതി അംഗങ്ങൾ എന്നിവരോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നാം ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ വെർച്വൽ പ്രസന്റേഷന് ഓഡിയോ വീഡിയോ ടെക്നോളജിയുടെ ഉപയോഗം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. ഓഡിയോ മിക്സിംഗ് സാധ്യമാക്കി തന്ന സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച് ഇടവകാംഗവും കൊയറിന്റെ ഉത്തമ സുഹൃത്തുമായ നെബു അലക്സാണ്ടർ, വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കി അതിന് ഒരു വിഷ്വൽ ഫീസ്റ്റ് ആക്കി ഏവർക്കും പകർന്നു തന്ന ഇടവകാംഗങ്ങൾ മിസ്റ്റർ സിജു ചാക്കോ, മിസ്റ്റർ അലക്സാണ്ടർ കുഞ്ഞപ്പൻ, ആവശ്യമായ ലൈറ്റ് പ്രദാനം ചെയ്ത ടോബി മാത്യു എന്നിവരോടും സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തെന്ന ആന്റണിയോടും ഉള്ള നന്ദി ഇടവകയുടെയും കൊയറിന്റെയും പേരിൽ അറിയിക്കുന്നു. ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചിട്ടയായ പരിശീലനം സൂമിൽ കൂടി നടത്തുക എന്നത് തീർച്ചയായും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. അതിന് ശക്തമായ നേതൃത്വം നൽകിയ കൊയർ മാസ്റ്റർ ആൻഡ്രൂസ് ചെറിയാനോടുള്ള കൊയറിന്റെയും ഇടവകയുടെയും നന്ദി ഈ സമയം അറിയിക്കുന്നു. സ്ഥല സമയ പരിമിതി മൂലം എല്ലാ കൊയർ മെമ്പേഴ്സിനും ഈ കാരൽ സിംഗിങ്ങിന് പങ്കെടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും എല്ലാ ക്രമീകരണങ്ങളിലും ആലോചനയിലും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച എല്ലാ കൊയർ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്ത് തന്ന് സഹായിച്ച എലിസബത്ത് മാത്യുവിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ ദൃശ്യവിരുന്ന് സാധ്യമാക്കുവാൻ ഞങ്ങളോടൊപ്പം വേണ്ട കൈത്താങ്ങലുകൾ നൽകിയ ഏവരെയും നന്ദിയോടെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഏവർക്കും എന്നോടൊപ്പം കൺവീനറായി പ്രവർത്തിച്ച അരുൺ ടി ലാലു, കൊയറിന്റെ ഓഫീസ് ബെയറേഴ്സ് എന്നിവരുടെയും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നന്ദി അറിയിക്കുന്നു. ഏവർക്കും ദീപ്തിദായകനായ വലിയവനായ ദൈവത്തിന്റെ കൃപയിൽ പ്രത്യാശയുടെ ഒരു ക്രിസ്മസും ശുഭപ്രതീക്ഷയുടെ ഒരു പുതുവത്സരത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കട്ടെ. I invite V.T. Yeshudas Achan for the closing prayer. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക്
ഇന്ന് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ കരോൾ സർവീസായിട്ട് ചേർന്ന് വരുവാൻ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യമായ വചനങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ദിവ്യപ്രകാശം ഞങ്ങൾക്ക് വേണ്ടി ഉദിച്ചു. കർത്താവെ, നീ പ്രകാശമായി ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ദയയാൽ നിന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചവരായി തുടർന്നുള്ള നാളുകളിൽ ദിവ്യജ്യോതിസുകളായി പ്രകാശിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അഭിയന്യ തിരുമേനിക്കായും പ്രിയപ്പെട്ട ജിജി അച്ഛനായും കുടുംബത്തിനായും സൂം ആപ്ലിക്കേഷനിലൂടെ ഈ വെർച്വൽ കരോളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ധാരാളമായ കരുണയിൽ ഞങ്ങളെ എല്ലാവരെയും കാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയയോടെ കേൾക്കണമേ. ആമീൻ. I invite Tirumeni for the benediction. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയുള്ള അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നാം എല്ലാവരോടുകൂടി ഈ ക്രിസ്മസ് കാലയളവിലും പുതുവത്സരത്തിലും ആയുസ്സിൽ നമുക്കെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. The virtual carol service 2020 of St. Thomas Marthoma Church shall conclude with the choir singing Silent Night, written by Father Joseph Moher, composed by Franz Xaver Gruber, a song that reminds us about that calm and silent night and the wonder of a tender and mild newborn child, the baby Jesus.
the Kuwait St. Thomas Marthoma Church, wishing you a joyous and blessed Christmas. May Lord Jesus Christ continue to cover and help you to sail safely and bring an end to this pandemic. Thank you.